ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന The.person CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ 10 ക്വസ്റ്റ്യൻ ബാങ്ക്, ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് ഇപ്പം പറയല്ല, നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 412 മുതലാണ് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാൻ ടൈം ഇല്ല എന്ന് പറയാം. 416, 417 ഇത്രയും പേരാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് 480. ഇത് പറഞ്ഞേക്ക് മുന്നായിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാണ്. വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യത. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നല്ല യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ ഞാൻ അപ്പോഴും ക്ഷമ ചോദിച്ചാണ് പോകാറുള്ളത്, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായ രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ നമ്പേഴ്സിൽ തെറ്റ് വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന ഈ ഓർഡർ അല്ല, ഇപ്പം ഈ ABCD എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ 480 എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ D ആണ് ആൻസർ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു പക്ഷേ ഇതിലും തെറ്റ് വരാം. ചിലപ്പോൾ നമ്മൾ ടിക്ക് ചെയ്തതിൽ തെറ്റ് വരാം. ശരിയായിട്ടുള്ള ആൻസർ ഒരു പക്ഷെ ആവണമെന്നില്ല. പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ചില സമയങ്ങളിൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണം. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ആൻസേഴ്സ് വീഡിയോയിലെടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്താണ് ആൻസർ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്തേക്കുന്നത്. അത് നോക്കിയാണ് നമ്മൾ ടിക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തെറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം മനുഷ്യനാണ്, ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആവണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായി കൊണ്ടുപോകണം എന്ന് നമുക്ക് ഒരിക്കലും താല്പര്യപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, തെറ്റ് വരിക എന്നുള്ള മനുഷ്യ സഹജമാണ്. അതാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട്. അത്രേ ഉള്ളൂ. നമ്മൾ മുന്നുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നത്, ഇപ്പോഴാണ് നമ്മളത് ഓർത്തത്. അതുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ അങ്ങനെ തെറ്റ് വന്നിട്ട് തിരുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒന്ന് ടിക്ക് ചെയ്യും, പിന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് വേറെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ എന്നുള്ളത്. അപ്പം നമ്മൾ പിന്നെ അത് വെട്ടിട്ട രീതിയിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം നിങ്ങളോട് പ്രധാനമായിട്ടും. അപ്പം അത്രയൊക്കെ നമുക്ക് പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. 418 ആണ്. The carrot peelings you send down a garbage disposal represent which of the following types of wastewater pollutant? A. Debris and grit. B. Dissolved inorganic material. C. Colloidal and dissolved organic material. D. Particulate organic matter. Answer D. Particulate organic matter. അടുത്ത 419 ആണ് പറയുന്നത്. The cattle were removed from a field and shrubs and bushes were seen dotting the grass-covered hillsides. A few years later, small pine trees and then larger deciduous trees appeared. Now there are so many trees and shaded regions, it is difficult to tell that this was once a field. What once was an open pasture on a long abandoned farm has changed over. Farm has
What once was an open pasture on a long abandoned the farm has changed over time. Without the direct influence of human, in this wounded region that was once pasture, a mature forest of towering trees has taken over. However, change is still apparent as a large patch of young shrubs and small trees are growing where several large trees were toppled by a storm several years ago. Collectively, this wounded regions represents a climax ecosystem, B. Primary succession, C. A sustained biome, D. Intermediate succession. Answer A climax ecosystem. ഇത് ഒരിക്കൽ കൂടി വായിക്കാണ്. അത്യാവശ്യം വലിയ എന്താ പറയുക, അത്യാവശ്യം വലിയ പാസേജ് ആണ്. ഒരിക്കൽ കൂടി പറയാം. 490. The cattle were removed from a field and shrubs and bushes were seen dotting the grass-covered hillsides. A few years later, small pine trees and then larger deciduous trees appeared. Now there are so many trees and shaded regions, it is difficult to tell that this was once a field. What once was an open pasture on a long abandoned farm has changed over time without the direct influence of human. In this wooded region that was once pasture, a mature forest of towering trees has taken over. However, change is still apparent as a large patch of young shrubs and small trees are growing where several large trees were toppled by a storm several years ago. Collectively, this wooded regions represents A. Climax ecosystem, B. Primary succession, C. A sustained biome, D. Intermediate succession. Answer A climax ecosystem. അടുത്ത 420. The causes of mortality differ greatly between developing and developed countries. In developing countries, a high proportion of mortality is caused by a infectious disease, while in the developed world, most deaths are related to crime. B. Poor nutrition, while in the developed world, infectious disease causes most deaths. C. Wars and accidents, while in the developed world, most deaths are related to infectious disease. D. Infectious disease, while in the developed world, most deaths are related to voluntary behaviors. Answer D. Infectious disease, while in the developed world, most deaths are related to voluntary behaviors. അടുത്ത 421. The Center for Disease Control employs many people who study epidemiology. This people might be interested in A. Identifying new types of infectious disease, B. The prevention of infectious disease, C. The worldwide distribution of infectious disease, D. Identifying, tracking the spread of and preventing infectious disease. Answer D. Identifying, tracking the spread of and preventing infectious disease. അടുത്ത 422. The chemistry professor warned the students that you never store acids in metal containers because acids demonstrate a high level of A. Ignitability, B. Toxicity, C. Reactivity, D. Corrosivity. Answer D. Corrosivity. അടുത്ത 423. The cleanup of hazardous waste accumulated in orphan sites is complicated because A. Most of the waste is buried below the water table. B. There is no responsible party to clean up the waste. C. The chemicals have evaporated before they could be removed. D. There are no longer places available to dispose of hazardous wastes. Answer B. There is no responsible party to clean up the waste. At the 424.
The common definition of pest A is based upon the negative impacts of an organism on human activities. B varies depending upon whether the organism is an herbivore or carnivore. C varies widely in the world depending upon the particular culture. D is limited to organisms that are plants. Answer A is based upon the ഫാൻ്റെ കാറ്റത്ത് നമ്മുടെ പേജ് പറന്നുപോയി. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. 424 ക്യാമറയുടെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. 424 The common definition of pest A is based upon the negative impacts of an organism on human activities. B varies depends upon whether the organism is an herbivore or carnivore. C varies widely in the world depending upon the particular culture. D is limited to organisms that are plants. Answer A is based upon the negative impacts of an organism on human activities. Answer A is based upon the negative impacts of an organism on human activities. At the 425, the complete combustion of fossil fuels and refuse produces A radon and carbon monoxide, B volatile organic compounds, C sulfuric acid and nitric acid, D carbon dioxide and water vapor. Answer D carbon dioxide and water vapor. Answer 426. The concept of biodiversity hotspots is given by A F.P. Odom, B Norman Myers, C James Locke, D Rachel Carlson. Answer A F.B. Odom. Spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കണം. Answer A F.P. Odom. ഞാൻ ചിലത് പറയുന്നത് ഭയങ്കര തെറ്റ് തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത് സ്പെല്ലിങ് എന്താ പറയുക പറയണതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് പറയാതെ പറ്റില്ല. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ എടുത്ത് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. നമ്മൾ പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 427. The concept of biological fitness is based on two separate abilities. These are the ability to A. Survive and reproduce, B. Find a mate and have offspring, C. Defend against enemies and find food, D. Produce and defend a family. Answer B. Find a mate and have an offspring. അടുത്ത 428. The concept of sustainable development emphasizes A. The needs of future generations, B. Trade between all nations of the world, C. The importance of developing the arts, D. The fattest ways to economic prosperity. Answer A. The needs of future generations. Answer A. The needs of future generations. 429. The concern about human-to-human transmission of bird flu is most closely monitored by A. The national governments of the countries of the world, B. The World Health Organization and the Centers for Disease Control, C. Worldwide Institute for Infectious Disease, D. International Centers for Health and Human Disease. Answer B. The World Health Organization and the Centers for Disease Control. At the 430. The creation of a new species is most like A. Designing a new home and building it, B. Remodeling an old home into a new one, C. Using parts of many junked cars to construct a new one, D. Creating a virtual car on a computer. Answer B. Remodeling an old home into a new one. At the 431. The cyclization of matter through the atmosphere, hydrosphere, biosphere and lithosphere is known as
A. Food web. B. Material cycling. C. Geochemical cycle. D. Biomagnifications. Answer C. Geochemical cycle. Artha 432. The dangers of widespread DDT use are largely due to two main characteristics of DDT. It's a bioremediation and non-persistence. B. Degradation and non-persistence. C. Biomagnification and persistence. D. Bioremediation and persistence. Answer C. Biomagnification and persistence. Arthad 433. The decline of the Aral Sea was largely the result of A. Use of its tributaries for irrigation. B. Overfishing. C. Industrial pollution. D. Diversion of its water into a navigation canals. Answer A. Use of its tributaries for irrigation. 433. The decline of the Aral Sea was largely the result of A. Use of its tributaries for irrigation. B. Overfishing. C. Industrial pollution. D. Diversion of its water into navigation canals. Answer A. Use of its tributaries for irrigation. Arthur 434. The decline of the polar ice caps because of increasing temperatures at the poles will A. Increases the amount of fresh water available for human use. B. Decrease the largest reserve of fresh water on Earth. C. Increase the amount of fresh water available in aquifers. D. Decrease global sea levels. Answer B. Decrease the largest reserve of fresh water on Earth. അടുത്തത് 435. The destruction of the ozone layer primarily occurs in the A. Mesosphere. B. Thermosphere. C. Stratosphere. D. Troposphere. Answer C. Stratosphere. Article 436. The developed countries of the world have contributed the most to global climate change by applying the polluter pays and equity principles. We would expect that the developed countries will provide funds for adoptions in the developing countries. B. Developing countries will provide funds for adoptions in the developed countries. C. Precautionary principle will guide the payment of compensation to developed countries. D. Stabilization wedge approach to global climate change will help to equalize the funds for adoptions. Answer A. Developed countries will provide funds for adoptions in the developing countries. അടുത്തത് 437. The development of new varieties of grain crops increased productivity by increasing the A. Surface area of the leaves of the plants. B. Size of the roots and ability to absorb water. C. Strength of the stems to support more grains. D. Size and number of seeds. Answer D. Size and number of seeds. That's 438. The disaster of Lock Canal in New York in the 1970s illustrated the problem of safe A. Nuclear waste disposal. B. Toxic waste disposal. C. Generation of electricity. D. Processing of electronic wastes. Answer B. Toxic waste disposal. At the 439. The dissipation of energy during its transmission from one trophic level to another is in agreement with A. First law of thermodynamics. B. Second law of thermodynamics. C. Third law of thermodynamics. D. None of the above. Answer C. Answer C. Third law of thermodynamics. Answer C. Third law of thermodynamics.
അടുത്ത 440. The diversity and productivity or coral reefs is most similar to that of a desert environment. B. A natural prairie. C. Tropic rainforest. D. A river system. Answer C. Tropic rainforest. At the 441. The eagle predicts the amount of acorns produced annually. Nesting sites in the trees and cold winter temperatures limits the squirrel population in the Punjab region. There are many factors listed above that can affect the squirrel population. Represent A. Environmental resistance. B. The carrying capacity of the squirrel population. C. The squirrel's life history. D. The biotic potential of the squirrel population. Answer A. Environmental resistance. Article 442. The early industrial revolution primarily relied on fossil fuels to A. Run gasoline engines. B. Run power plants that generated electricity. C. Generate system. D. Generate heat and electricity. 443. The economic gap between developing and industrialized countries may best be narrowed by A. The adoption of democratic forms of government in developing countries. B. Industrialized countries increasing shipments of food supplies to level of oping countries. C. Industrialized countries harvesting more natural resources in developing countries. Answer D. Stabilizing population growth in developing countries. Article 444. The effectiveness of DDT in agriculture allowed growers to raise less resistant but more productive crops. B. Raise crops through the winter months. C. Raise vegetables without the need for pollinators. D. Eliminate irrigation in fields where it had been used previously. Answer A. Raise less resistant but more productive crops. At the 445. The endangered species brown palm civet ബ്രാക്കറ്റിൽ Paradoxurus jardoni ബ്രാക്കറ്റിൽ is found in A. Western Ghats. B. Eastern Ghats. C. Eastern Himalaya. D. Sundarbans. Answer A. Western Ghats. Answer A. Western Ghats. Then 445 ഒരിക്കൽ പറയാണ്. The endangered species brown palm civet ബ്രാക്കറ്റിൽ Paradoxurus jardoni is found in A. Western Ghats. B. Eastern Ghats. C. Eastern Himalaya. D. Sundarbans. Answer A. Western Ghats. At the 446. The entire biosphere is distributed into following number of biogeographic regions. A. 6. B. 8. C. 9. D. 12. Answer B. 8. അപ്പോൾ നമ്മൾ 446 ആണ് പറഞ്ഞത്. ആൻസർ ബി 8. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. ഇത്രയൊക്കെ വരുന്നുണ്ട്. 449. ഇതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ
എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും മറന്നു പോകരുത്, മനസ്സിൽ ഓർത്ത് വയ്ക്കണം. നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഒറ്റ വീഡിയോയിലും പറയാറില്ല. നമ്മൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട്. അത് ഇതുപോലെ ക്ലാസ് ആയിട്ടല്ല, ജസ്റ്റ് നമ്മൾ സോങ്സ് മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റർ, ഫിലിമിഗോ വീഡിയോ എഡിറ്റർ, പിന്നെ വേറെ വീഡിയോ എഡിറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു താല്പര്യമാണ്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ലൈക്ക് സബ്സ്ക്രൈബും ഒന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ നിങ്ങൾ കണ്ടു നോക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ എന്താ പറയുക, നമ്മുടെ മൈക്കിലെ ചാർജൊക്കെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു CCTക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.